3 years ഞങ്ങളിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇച്ചിരി ഒരു പുരുഷ വിരോധമുള്ള ഒരാളായിരുന്നു. എൻ്റെ മനസ്സിലുള്ള ഒരു പുരുഷ വിരോധം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ഞാനങ്ങ് മാറ്റി വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. ഇവർ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ വിചാരിക്കുന്ന പേടിക്കേണ്ട ആളുകളൊന്നുമല്ല. അപകടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ കംപ്ലീറ്റ്ലി സേഫ്റ്റി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നൊക്കെ പറയുന്ന പോലെ വിധിയാണ്. ഓക്സിജൻ ആണ് കൊണ്ടുപോകണമെന്നുള്ളത്. ഓക്സിജൻ അല്ല, ഓക്സിജൻ ഞാൻ പറഞ്ഞില്ല, ഒരു 2-3 മീറ്റർ കഴിഞ്ഞത് ടോക്സിക് ആവും. 2 ഫിഷ് തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് ഞാൻ വിളിച്ചിരുന്നെല്ലാം കണ്ടു. സർജമേജം എന്നുള്ളൊരു ഫിഷ് ഉണ്ട്, അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അവിടുന്ന് തുടങ്ങിയ യാത്രയാണ് പിന്നീട് നമ്മുടെ കണ്ണിൽ കാണുന്നത് എല്ലാം അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഇന്ത്യസ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഡൈവർ, ആ ഒരു കാര്യം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പേര് വരും. അതും ഒരു ഇന്ത്യക്കാരി, അതിനേലുപരി മലയാളി, നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് ആ ഒരു പേര് വരുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഹാപ്പിയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഫീമെയിൽ. യെസ്, അതുല്യാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിലുള്ളത്. വെൽക്കം. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. അടിപൊളിയായിട്ട് പോകുന്നു. കുറച്ചുകൂടി സന്തോഷമുണ്ട്, പാലക്കാട്ടുകാരിയാണ്. അതെ, അതാണ് കുറച്ചുകൂടി മോർ ഹാപ്പിനെസ് പരിപാടി അല്ലേ. ഈ കടലൊന്നും ഇല്ലാത്ത ജില്ലയിൽ നിന്ന് എങ്ങനെ എത്തിപ്പെട്ടു ഈ ഒരു കൊമേഴ്ഷ്യൽ ഡൈവിംഗ്? ആ ഒരു സംഭവത്തിലേക്ക് എങ്ങനെ എത്തി? എന്താ ശരിക്കും ഈ കൊമേഴ്ഷ്യൽ ഡൈവിംഗ്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് ഞാൻ പറയാം. ശരിയാണ്, നമുക്ക് പാലക്കാട് കടലില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെ ഒരു കടലൊന്നും വേണ്ട. നമുക്കൊരു സ്വിമ്മിങ് പഠിക്കാനും അല്ലെങ്കിൽ ഒരു വെള്ളത്തിനോടുള്ള ഒരു ഇഷ്ടത്തിനൊന്നും നമുക്ക് അങ്ങനെ ഒരു കടൽ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഒരുപാട് പുഴകളും കുളങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ സാധാരണയായിട്ട് സ്വിമ്മിങ് പഠിച്ച ഒരാളായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്വിമ്മിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു വെള്ളത്തിനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നീട് ഡൈവിങ്ങിലേക്കൊക്കെ ഇത് എത്തിപ്പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഈ പറഞ്ഞ പോലെ കുളിക്കാൻ പോകുമ്പോഴൊക്കെ ഒരു 5:30 കഴിഞ്ഞ് അച്ഛൻ അങ്ങനെ വടി എടുത്ത് നിൽക്കുമായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. പാലക്കാട് ഏകദേശം എല്ലാ വീട്ടിലും കാണുന്ന ഒരു രംഗമാണ്. ഒരു 5:30ക്ക് ശേഷം ഇങ്ങനെ വടി എടുത്ത് നിൽക്കും. ഇന്നിപ്പോൾ എൻ്റെ അനിയൻ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, എന്താ കുഞ്ഞേച്ചി ഇപ്പോൾ അതുകൊണ്ടാ പൈസ ഉണ്ടാക്കണം, അന്നിങ്ങനെ വടിയെടുത്ത് നിന്നായിരുന്നില്ലേ എന്ന് ചോദിക്കും. സോ അപ്പോഴിതൊന്നും നമുക്കൊരു ജീവിതമാർഗ്ഗമാവും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കൊറോണ ബാച്ചായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ എല്ലായിടത്തും പറയുന്നത് പോലെ തന്നെ നമുക്കിത് മാറ്റി പറയാൻ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് എല്ലായിടത്തും ഇത് പറയുന്നത്. എൻ്റെ മിസ് ജിജി മിസ് ആയിരുന്നു, ആളെ HOD ആയിരുന്നു. അപ്പോൾ ജെൻഡർ സ്റ്റഡീസ് എന്നുള്ള ക്ലാസ്സാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മിസ് ഇങ്ങനെ, ഞാനാണെങ്കിൽ പഠിച്ചത് തൃശ്ശൂർ സെൻറ് മേരീസിലാണ്. ഫുൾ ഗേൾസിൻ്റെ ഒരു കോളേജാണ്. ഒരു 3 years ഞങ്ങളിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇച്ചിരി ഒരു പുരുഷ വിരോധമുള്ള ഒരാളായിരുന്നു. അന്ന് ഇന്നില്ല കേട്ടോ, ഞാൻ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആണ്. സോ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതാക്കാൻ. എന്തോ എനിക്കറിയില്ല, ചിലപ്പോൾ നമ്മുടെ ആ ഒരു ജീവിച്ച് വളർന്ന രീതിയോ ആയിട്ടവർ എനിക്കറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോഴാണ് മിസ് ഇങ്ങനെ എരുതിയിലേക്ക് എണ്ണ എന്നുള്ളത് പോലെ മിസ് ഇങ്ങനെ പറഞ്ഞത്, കുറച്ച് ഏരിയാസ് ഉണ്ട് ഇങ്ങനെ പുരുഷന്മാർ മാത്രം വർക്ക് ചെയ്യുന്ന ഏരിയ, സ്ത്രീകൾ അവിടെ ഇല്ല എന്നുള്ളത്. എന്നിട്ട് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു, സ്കൂബ ഡൈവിങ്, സ്കൈ ഡൈവിംഗ് എന്നൊക്കെ. സ്കൈ ഡൈവിങ് എനിക്ക് അധികം അങ്ങോട്ട് കൊണ്ടില്ല, പക്ഷെ സ്കൂബ ഡൈവിംഗ് എന്നുള്ള ഒരു വേർഡ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പം തന്നെ ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ സെർച്ച് ചെയ്തു, ആദ്യം ഗൂഗിൾ ചെയ്തു എന്താണ് എന്നുള്ളത്. സോ എനിക്ക് വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ആ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. വെള്ളത്തിനടിയിൽ ഇത്രയും നല്ല കാഴ്ചകൾ ഉണ്ടോയെന്ന് അപ്പോഴാണ് ഞാനൊക്കെ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നത്. അതുവരെ നമ്മൾ സർഫേസിലുള്ള സ്വിമ്മിങ് അതിൽ പോലുള്ള ചാട്ടമൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ലോകം ഉണ്ട് എന്നുള്ളത് ഞാൻ ആ ഒരു സെർച്ച് ചെയ്തപ്പോഴായിരുന്നു. അങ്ങനെയാണ് ഞാൻ വണ്ടി കയറുന്നത് കോവളത്തേക്ക്. അച്ഛനും അമ്മയും ഞാനും കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ശരി തന്നെയായിരുന്നു, അതൊരു പുരുഷന്മാരുടെ ഒരു കോട്ടയായിരുന്നു. യെസ്, അതൊരു ശരിക്കും പറഞ്ഞ പോയിന്റ് അല്ല. അതായത് പുരുഷന്മാര് മാത്രമുള്ള, അത് പുരുഷവിരോധിയായിരുന്നു. ഈ പുരുഷന്മാര് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിലിറ്റി ഉറപ്പായിട്ടുണ്ടാവില്ല. അത് ഒന്നാമത് പേടി ഉണ്ടാവും. ഇപ്പൊ ഫീമെയിൽ ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ കുറെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഫാമിലി ആണെങ്കിലും എന്റെ മോള് ഒറ്റയ്ക്ക് പോണു, അതും വേറെ സ്ത്രീകളൊന്നും ഇല്ല, ആ ഒരു സ്ഥലത്ത് പോയാൽ എന്തായിരിക്കും ഫേസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അറിയാം. ആ ഒരു പേടി ഉണ്ടായിരുന്നില്ലേ? പേടി എന്നതിലുപരി എനിക്കത് പേടിയാണോ എന്നല്ല, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും. അതായത് നമ്മുടെ 2 പേരുടെയും സ്വഭാവം തമ്മിൽ കുറച്ച് നല്ല വ്യത്യാസമുണ്ട്. ബോയ്സിൻ്റെ ആണെങ്കിലും ഗേൾസിൻ്റെ ആണെങ്കിലും. ഒന്നല്ലെങ്കിൽ അവരെന്നെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഞാൻ അവരെ മനസ്സിലാക്കണം എന്നുള്ളതായിരുന്നു. സോ എനിക്ക് എളുപ്പമായിരുന്നു അവരെ മനസ്സിലാക്കാൻ. ഇത്രയും ആളുകൾ എന്നെ മനസ്സിലാക്കാനും ഉപരി എനിക്ക് അവരിൽ ഒരാളായിട്ട് ഇറങ്ങി ചെല്ലുക എന്നുള്ളതായിരുന്നു അവിടെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഞാൻ
എൻ്റെ മനസ്സിലുള്ള ഒരു പുരുഷ വിരോധം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ഞാനങ്ങ് മാറ്റി വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. ഇവർ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ വിചാരിക്കുന്ന പേടിക്കേണ്ട ആളുകളൊന്നും അല്ല, ഭയങ്കര സിമ്പിൾ ആണ്, ഇവരൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ തീരാവുന്ന പ്രശ്നം ഈ ലോകത്തുള്ളൂ എന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലായതുകൊണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതലുള്ള അതായത് ബോയ്സ് ആണ് ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്നതും ഞാൻ അവരെ കൂടുതൽ. കാരണം ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ഞാൻ അവരുടെ കൂടെയാണ്. എനിക്ക് വേറെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഗേൾസ് ഇല്ല, എവിടെ ഇല്ല. അപ്പോൾ ഉള്ളതൊക്കെ ഈ മറ്റേ ഓഫീസ് സ്റ്റാഫുകളൊക്കെ ആയിരിക്കും. ഞാൻ അവരെ കൂടെയല്ല കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് കൂടുതൽ ടൈം അവരുടെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ഈസിയാണ്. അവർ ഭയങ്കര ഈസിയാണ്. അവരും എന്നായിട്ടും ഭയങ്കര കംഫർട്ടാണ്, ഞാൻ അങ്ങോട്ടും കംഫർട്ടാണ്. സിമ്പിൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും. അതെ. അപ്പൊ നമ്മൾ നേരത്തെ കോവളം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. കോവളത്ത് നിന്നാണ് ഞാൻ നേരെ മെന്നിലേക്ക് പോയത്. കോവളം അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇപ്പൊ സ്കൂബ ഡൈവിംഗ് നമുക്കറിയാം, കുറച്ചും കൂടി നമ്മൾ കാണുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആണ്, ചെയ്യാൻ തോന്നും. പക്ഷെ ഈ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്നൊരു ടേം അധികം നമുക്ക് ഫെമിലിയർ അല്ല, അറിയില്ല. ശരിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്താ പരിപാടി? ആക്ച്വലി നമുക്ക് അതായത് അണ്ടർ വാട്ടർ ഇവിടെയുള്ള എല്ലാ ഇൻഡസ്ട്രിയൽ വർക്ക്സ് പോലെ തന്നെ അണ്ടർ വാട്ടറിലും ഒരുപാട് ഇൻഡസ്ട്രിയൽ വർക്ക്സ് നടക്കുന്നുണ്ട്. ഈ വർക്കുകളെല്ലാം ചെയ്യാനുള്ള ലൈസൻസ് ആണ് ഓരോ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് കഴിഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികൾക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം എല്ലാവർക്കും ഇത് എന്താന്ന് പറഞ്ഞാൽ അറിയില്ല. ഒരു സിമ്പിൾ വേർഡ് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് കണക്റ്റഡ് ആവും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പം ഈ അണ്ടർ വാട്ടർ വെൽഡിങ് എന്നുള്ളൊരു സംഭവം, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എന്ന് പറയുന്നത്. അതിനുള്ള കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യം അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിപ്പിക്കും. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ അവിടെ അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആയിട്ടാണ് ഉണ്ടായിരുന്നത് ഒരു 1 year ആയിട്ട്. സോ നമുക്കിതുപോലെ വർക്കുകൾ വരും. അതുപോലെ തന്നെ ഇതുപോലെ പിള്ളേരെ അത് എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ വർക്ക്സും ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സാൽവേജ് വർക്ക്സ് എന്ന് പറയും. അതെന്ന് പറയുന്ന പണ്ടിങ്ങനെ മുങ്ങിപ്പോയിട്ടുള്ള ഷിപ്പോ അല്ലെങ്കിൽ ബോട്ടുകളോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലിഫ്റ്റ് ചെയ്തെടുക്കും. അങ്ങനെയുള്ള ഒരുപാട് പണികൾ അണ്ടർ വാട്ടറിലുണ്ട്. നമ്മൾ വിചാരിക്കും വെള്ളത്തിൻ്റെ അടിയിൽ ഇപ്പോൾ എന്താ ഉള്ളത്, അങ്ങനെ ആരും പോകാനും ഇല്ല ഒന്നുമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവിടെയാണ് ശരിക്കും വർക്ക് ഇരിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന പൈപ്പ് ലൈൻസുകളായിക്കോട്ടെ, കേബിൾസ് ആയി ഇതൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ഡൈവിലുള്ള ആളുകളാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല റിസ്ക് പിടിച്ച പരിപാടിയല്ലേ, അതുകൊണ്ട് തന്നെ അല്ലേ ഇത് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ജോബ് ഇൻ ദ വേൾഡ് എന്നുള്ളത്. ആ ഒരു റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റും കാരണം ഞാൻ ഫീമെയിൽ ആണ്, അത് നമ്മൾ എപ്പോഴും പറയുമല്ലോ. ആ ഒരു സമയത്ത് ഈ റിസ്ക് എടുക്കാനുള്ള ഒരു മനോധൈര്യം വേണ്ടേ? സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വെള്ളത്തിനോടുള്ള ഒരു ഇഷ്ടം തന്നെ ആയിരിക്കണം മേ ബി. കാരണം അത് നമുക്കത് ആ ഒരു വർക്കിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ നോർമൽ ചെയ്യുന്നൊരു വർക്ക് അല്ലല്ലോ, നമ്മൾ കുറച്ചും കൂടി സാഹസികമായിട്ടുള്ളൊരു ഇതല്ലേ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഓരോ തവണയും പിന്നെയും പോകണം എന്നേ തോന്നിയിട്ടുള്ളൂ. ജനിച്ചാൽ മരിക്കും എന്നുള്ളൊരു സാധനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്ത് അങ്ങ് മരിക്കുവാണെങ്കിൽ ഐ എം ഫൈൻ, എനിക്ക് അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഇതാണ്. സോ അതുകൊണ്ട് തന്നെ അപകടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ കംപ്ലീറ്റ്ലി സേഫ്റ്റി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നൊക്കെ പറയുന്ന പോലെ വിദ്യയാണ്. ഈ വെൽഡിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വെള്ളം, വെൽഡിങ്, കറണ്ട്, ഇലക്ട്രിസിറ്റി, ആ ഒരു കാര്യം ഉണ്ടല്ലോ. നോർമലി നമ്മൾ പറയാറ് വെള്ളം, ഇലക്ട്രിസിറ്റി വരുന്ന സമയത്ത് എർത്ത്, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ ഒരു റിസ്ക്കും കയ്യിൽ പിടിച്ചിട്ടാണ് നിങ്ങൾ ഈ പോകുന്നത്. അത് ഈ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അത്രയും നമുക്ക് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. അതെ. നമ്മൾ പണ്ടുപാട്ട് വെൽഡിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ അതിൻ്റെ സേഫ്റ്റി വശങ്ങൾ ആദ്യം നമ്മൾ കംപ്ലീറ്റ്ലി പഠിക്കുന്നുണ്ട്. അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഷോക്ക് വരുന്ന കുറച്ച് രീതികളുണ്ട്, അതും നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന രീതിയിൽ ചെയ്യരുത് എന്നുള്ളത്. അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പിന്നെയും ഓവർ കോൺഫിഡൻസിലോ അല്ലെങ്കിൽ എന്താ പറയുക അബദ്ധം പറ്റുമ്പോഴാണ് അപകടങ്ങളിലേക്ക് പോകുന്നത്. അതല്ലാത്ത പക്ഷം ആ റൂൾസ് അതുപോലെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഷോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു കാര്യത്തെ ശ്രദ്ധിച്ചാൽ മതി. അതാ ഞാൻ പറഞ്ഞത്, സേഫ്റ്റി നോക്കുക. നമ്മൾ എവിടെയാണെങ്കിലും സേഫ്റ്റി നോക്കുക. നമ്മൾ ഇവിടെ ഇപ്പൊ നമ്മൾ കാണുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഇവിടെ വെള്ളത്തിൽ ഇറങ്ങരുത് എന്നുള്ള ബോർഡ് ഉണ്ടായിരിക്കും. ആ ബോർഡും ചവിട്ടി പൊളിച്ച് പോകുന്ന ആളുകളാണ് അല്ലെ, അവിടെയാണ് അപകടങ്ങൾ വരുന്നത്. എന്തുകൊണ്ട് ഒരു സ്കൂബ ഡൈവിംഗ് പഠിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ഞങ്ങളുടെ എണ്ണം ഇത്ര അധികം അപകടത്തിൽ നിന്ന് കുറയുന്ന എന്താ?
ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയാലും ഞാൻ പിന്നെ എടുത്ത് ചാടത്തില്ല. ഞാൻ എൻ്റെ സേഫ്റ്റി നോക്കി ഞാൻ പഠിച്ച റൂള് പ്രകാരം എങ്ങനെയാണോ നിങ്ങളെ രക്ഷിക്കേണ്ടത് ആ രീതിയിലാണ് ഞാൻ നിങ്ങളെ തന്നെ രക്ഷിക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ചാടി പിന്നാലെ ഒരിക്കലും ഞാൻ ചാടില്ല, വേറെയുള്ളവരും അത് ചാടരുത് എന്നുള്ളതാണ്. വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനാണ്. അത് നമുക്ക് തീരെ അറിയില്ല. നമ്മൾ ആദ്യം ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താ, എൻ്റെ ഫ്രണ്ട് ചാടുമ്പോൾ ഞാൻ എടുത്ത് ചാടും. അതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ എടുത്ത് ചാടുക. അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. അപ്പോ ഫസ്റ്റ് എക്സ്പീരിയൻസ്, അതായത് ആദ്യമായിട്ട് കടൽ നമ്മൾ കാണുന്നുണ്ട്, കടലിന്റെ താഴേക്ക് പോകുന്നു, അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ്. ഇതുവരെ നമ്മൾ കാണാത്തൊരു ലോകം എന്താ അവിടെ കണ്ട്, എന്താ സംഭവം അവിടെ പോകുമ്പോ? ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ കോവളത്താണ് ഞാൻ ആദ്യം ഇറങ്ങിയത്. നമുക്ക് ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ പ്രഷറാണ്. ഈ വാട്ടർ പ്രഷർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. സോ ഞാൻ ആദ്യം ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ചെവിക്ക് ഭയങ്കരമായിട്ടൊരു പെയിൻ നമുക്ക് വരുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രഷർ ഫീൽ ചെയ്യും, ഈക്വലൈസിങ് ടെക്നിക്സ് എന്നുള്ളത്. സോ അത് ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ പ്രഷർ ആദ്യം 1 മീറ്ററിൽ 2 മീറ്ററൊക്കെ ആകുമ്പോൾ തന്നെ അത് ഓക്കെ ആയി. പിന്നെ ഞാൻ താഴത്തേക്ക് പോകുന്തോറും ഞാൻ കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജമേജർ എന്ന് പറഞ്ഞുള്ളൊരു ഫിഷ് ഉണ്ട്. അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതായത് ഒരു യെല്ലോ ഒരു ബ്ലാക്ക് ലൈൻ ആയിട്ടുള്ള ഒരു ഫിഷ്. ഇതൊരു കൂട്ടം എൻ്റെ മുമ്പിട്ട് കൂടെ പെട്ടെന്ന് ഇങ്ങോട്ട് പോയപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി, അയ്യോ എന്താ പോയത് എന്നുള്ളൊരു സംഭവമായി. പിന്നെ ഒന്നും കൂടി നോക്കിയത് എന്താണ് ഈ പോണത് എന്നുള്ളത്. അവിടുന്ന് തുടങ്ങിയ ഒരു യാത്രയാണ് പിന്നീട് നമ്മുടെ കണ്ണിൽ കാണുന്നത് എല്ലാം അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയണ പോലെ നമുക്ക് ഈ പാലക്കാടുകാർക്ക് ഈ പറഞ്ഞ പോലെ കടലില്ലാത്തത് കാരണം കൊണ്ട് നമുക്ക് മത്സ്യം കിട്ടാനും കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതെ, നമുക്ക് ആകെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് മത്തി, ചാള എന്ന് പറയുന്ന ഫിഷ് കാണും, പിന്നെ വെത്തള്, അങ്ങനെയുള്ളത്, മാന്തളൊക്കെ. സോ മാന്തളിനെ ഞാൻ ഒരിക്കൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് ഇങ്ങനെ പോണത് കാണുമ്പോൾ. പിന്നെ നമ്മുടെ മത്തി, ചാകരയുടെ ഉള്ളിൽ ഒരിക്കൽ ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയാ, അതെനിക്ക് വേറെ ഫിഷൊക്കെ ഉണ്ട്, പക്ഷെ അത്ര കൂടെ ഞാൻ എക്സൈറ്റഡ് ആവാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടും കഴിച്ചും വളർന്നിട്ടുള്ളത് ഈ മത്തിയൊക്കെ ആയതുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ ആ ഒരു ചാകരയുടെ ഉള്ളിൽ പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഹാപ്പിനെസ്സോ സന്തോഷമോ, അല്ലെങ്കിൽ ഈ ഫിഷിനൊക്കെ ഇത്ര ഭംഗിയുണ്ടല്ലേ വെള്ളത്തിന്റെ അടിയിൽ എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. അതുപോലെ തന്നെ വെത്തലിന്റെ ഒരു കൂട്ടത്തിന്റെ ഉള്ളിൽ ഞാൻ ഒരിക്കൽ പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിട്ട് പോണത് എനിക്ക് ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം. അതാണ് അതിന്റെ സൈഡിലൊരു സിൽവർ ലൈൻ ഉണ്ട്. ഈ ലൈൻ ഇങ്ങനെ സൺലൈറ്റിൽ ഇങ്ങനെ ഗ്ലൈസിങ് ഉണ്ടായിരിക്കും. അയ്യോ, അത് കഴിക്കിനെക്കാട്ടി സുഖമാണ് അത് കാണുക എന്നുള്ളത്. സോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫിഷുകൾ. സോ ഇതിലും പാരറ്റ് ഫിഷ് ഒക്കെ ഉണ്ട്. പാരറ്റ് ഫിഷ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈക്ക് പീക്കോക്കില്ലേ, ആ ഒരു ബ്ലൂ നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ കാണാൻ വേണ്ടി പറ്റും. അതേ പറഞ്ഞ അതൊക്കെ നമ്മള് പോയി ഞാൻ എത്രത്തോളം പറയണോ എന്നുള്ളത് നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒക്ടോപ്പസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഇങ്ങനെ നിറം മാറി ഇവിടെ കരയിൽ ഓന്ത് നിറം മാറുന്നത് പോലെ ഒക്ടോപ്പസ് ഇങ്ങനെ നിറം മാറി പോണത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നിയത് സ്റ്റോൺ ഫിഷിനെ കണ്ടു. സ്റ്റോൺ ഫിഷ് എല്ലാവരും കാണുന്നത് തന്നെയാണ്, പക്ഷെ നമ്മൾ ശരിക്കും അതൊരു കല്ല് കിടക്കുന്ന പോലെ തന്നെ ഉണ്ടായിരിക്കും. നോർമൽ നമ്മുടെ ഒരു കല്ല് എടുക്കാനൊക്കെ തോന്നും, അതുപോലെ തന്നെ പണിയും കിട്ടും. ശരിക്കും കല്ല് കിടക്കുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഈ കല്ലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വെനമസ് ആയിട്ടുള്ള ഒരു സംഭവം. നമ്മുടെ കൈയൊക്കെ കട്ട് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ടായിരിക്കും. സോ നല്ല ഭംഗിയാണ്, അതോടൊപ്പം തന്നെ അപകടമാണ്. അപ്പൊ അതോടെ തന്നെ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു റൂൾ എന്ന് പറയുന്നത് തന്നെ ഡോണ്ട് ടച്ച് എനിത്തിങ് ഇൻ അണ്ടർ വാട്ടർ എന്നുള്ളതാണ്. വെള്ളത്തിനടിയിലുള്ള ഒരു സാധനത്തിനെയും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെ. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത്. വെള്ളത്തിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ എന്താ പറയുക പൈസകളൊക്കെ ഒരുപാടുണ്ട്, കോറൽസ് ഇരിപ്പുണ്ട്, ഈവൻ സീ കുക്കുംബർ പോലെ ഉള്ള സംഭവങ്ങളുണ്ട്. ഇതൊക്കെ വിറ്റിട്ടുണ്ടെങ്കിൽ കയറ്റുമതി ചെയ്ത് നല്ല പൈസ കിട്ടും. പക്ഷെ നമ്മുടെ എത്തിക്സ് പ്രകാരം നമ്മൾ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതിന് ഒരു രീതിയിലുള്ള ഡാമേജോ അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന സീ കുക്കുംബറിന് തട്ടി അപ്പുറത്തേക്ക് ഒന്നുമില്ല, ജസ്റ്റ് പോകുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ലേസിയസ് ആയിട്ടുള്ള ഒരു ജോബ് എന്ന് പറയുന്നത് ഡൈവിംഗ് ആണ്. കാരണം അത്രയും സ്ലോ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. സ്കൂബയിലാണെങ്കിൽ കേട്ടോ, അത്രയും സ്ലോ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയുള്ള ഒരാളിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അതുപോലെ തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. പക്ഷെ കൊമേഴ്ഷ്യലിലേക്ക് വരുമ്പോൾ അവിടെ പിന്നെ ഈ കാഴ്ച പരിപാടികളൊന്നും ഇല്ല, പണിയാണ് പണിയെടുക്കണം. ഈ നേരത്തെ നമ്മള് ഫിഷിന്റെ കാര്യം പറയുമ്പോൾ ഒരു വെനം ആ ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് കടൽപ്പാമ്പ് ഭയങ്കര
വിഷമുള്ള ഒരാളാണ്, കിട്ടിക്കഴിഞ്ഞ പണിയാണ്, നമ്മൾ പറയുന്ന കാര്യമാണ്. അതൊരു പേടിയില്ലേ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത്? പേടിക്കേണ്ട ആവശ്യം, അതാ ഞാൻ പറഞ്ഞു, ഇത് ഇവരൊക്കെ വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. ഇത്ര വെരി സിമ്പിൾ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുക, ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കുറെ ഇങ്ങനെ ഡിസ്റ്റർബൻസ് നമ്പർ വെറുതെ വിടും എന്നെ? ഇല്ല, ഇല്ല. അതുപോലെ തന്നെ പക്ഷെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, തിരിച്ചു പോകുന്നു. നിങ്ങൾ എന്തെങ്കിലും എന്നെ ചെയ്യോ? ഇല്ല, നോർമൽ. ഇത് തന്നെയാണ് നമ്മൾ കടലിന്റെ അടിയിൽ സംഭവിക്കുന്നത്. ഇവരൊക്കെ ഇവരെ വീട്ടിലിരിക്കുന്ന ആളുകളാണ്, നമ്മളാണ് അവിടെ അതിഥികളായിട്ട് പോകുന്നത്. അവിടെ പോയിട്ട് ക്യാമറ എടുത്താക്കാനും പിന്നെ അതുപോലെ തന്നെ സ്വിം ചെയ്ത് അവരെ ഡിസ്റ്റർബൻസ് ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ ഇത് പോണ വഴിക്ക് തന്നെ ഫോളോ ചെയ്ത് പോകുമ്പോഴേക്കാണ് നമ്മളും അപകടത്തിൽ പോകും, നമ്മളും റൂട്ട് മാറി വേറെ എവിടെയെങ്കിലും പോവും. അതുപോലെ തന്നെ കടി കിട്ടാനുള്ള ചാൻസും ഉള്ളത്. അതല്ലാത്ത പക്ഷം അവരവരുടെ പാട്ടിന് അവരവിടെ എൻജോയ് ചെയ്യുമായിരിക്കും. ചിലപ്പോൾ അവരവിടെ പ്രണയിച്ചുകൊണ്ട് നടക്കുമായിരിക്കും. അവിടേക്കാണ് നമ്മൾ ഈ പോയിട്ട് അങ്ങനെയുള്ള കാഴ്ച കിട്ടിയിട്ടുണ്ട്. ഒരു പേഴ്സണൽ മൊമെന്റ്. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടാവുന്ന സമയത്ത് അവിടുത്തെ സീ ലൈഫ് ഭയങ്കര രസം. അപ്പോൾ ഒരിക്കൽ ഇതുപോലെ ഒരു വർക്കിന് വേണ്ടി പോയിട്ട് നമ്മൾ അതായത് ഇവിടുത്തെ പല കാര്യങ്ങളും ഭയങ്കര കളർഫുൾ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു സിയോച്ചി എന്ന് പറഞ്ഞ ഒരു മുള്ളു പോലുള്ള ഒരു സംഭവം, ഒരു ബോളിലൊരു മുള്ളു പോലെയുള്ള, അത് കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമുക്കൊരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കാണാം. പക്ഷെ കേപ് ടൗണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു കളർ ബോക്സ് തുറന്ന പോലെ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് തല താഴ്ത്തിയാൽ തന്നെ നമ്മുടെ എന്താ പറയുക, വാടാമല്ലി കളറൊക്കെ ഇല്ലേ, ഇതൊക്കെ ഒരു ഏക്കർ കണക്കിന് ഇങ്ങനെ പരന്നു കിടത്തുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അത് നമ്മളെ എനിക്കാണെങ്കിൽ കുറച്ചും കൂടി ഇതിനെ കൂടി കാണാൻ ഇതൊക്കെ ഒരു ആക്രാന്തം കൂടുതൽ. അവന്മാർക്ക് പിന്നെ പ്രശ്നമില്ല, അവർ കണ്ടിട്ട്. പക്ഷെ നമ്മളങ്ങനെയല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകൾ. അപ്പൊ അങ്ങനെ ഒരിക്കൽ ഇതാവുന്ന സമയത്ത് രണ്ട് ഫിഷ് തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിട്ട്, അപ്പൊ ആദ്യം ഞാൻ ഇപ്പൊ ഈ ഫിഷ് എന്നെ ഇങ്ങനെ കടിക്കാൻ വേണ്ടി വന്ന പോലെ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്തിനാ അഗ്രസീവായി വന്നേ നോക്കി. സോ അവരുടെ ഒരു ടൈമിലായിരുന്നു ഞാൻ അവിടെ പോയി. ഞാൻ വിളിച്ചിരുന്നെല്ലാം കണ്ടു. അല്ല, ഇവിടെ നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ. സോ ലൈഫിൽ ചിലപ്പോ ഒരിക്കലൊക്കെ ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. എന്റെ കാര്യം ഞാൻ എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. ഇങ്ങനെ ഈ ഫിഷ് അങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പറയാറുണ്ട് കടലിന്റെ താഴെ നിധിയുണ്ട്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്, അങ്ങനെ കാണാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും? ഇപ്പോൾ കടലിനടിയിൽ നിധികൾ, പല ഷിപ്പുകൾ, എത്രയോ ടൺ കണക്കിന് സ്വർണ്ണം ആയിക്കോട്ടെ, ഇതൊക്കെ മറിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് ഷിപ്പുകളുണ്ട്. ഇതൊന്നും ആരും പോയിട്ട് എടുത്തിട്ടൊന്നുമില്ല. ഇതൊക്കെ കടലിൽ അവിടെ തന്നെ ഉള്ള സംഭവങ്ങളാണ്. സോ ഇതുവരെ നമുക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ വടകരയിലൊരു സ്ഥലം, ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വടകരയിൽ വെള്ളിയാങ്കല്ല്, ഞാൻ പോയത് വടകര സൈഡ് ആയതുകൊണ്ടാട്ടോ ഞാനത് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബോട്ടിൽ പോകുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. 1 കിലോമീറ്റർ ഉണ്ടോയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, എന്നാലും ഭയങ്കര റൗണ്ടിലൊരു പാറ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം സാധാരണ നമ്മൾ സർഫേസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റും, ഈ പറഞ്ഞ പോലെ പീരങ്കികളൊക്കെ തറച്ചിട്ടുള്ള ഹോൾസുകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടുത്തെ ലോക്കൽസ് തന്നെയാണ് നമ്മളടുത്ത്, നമ്മൾ അതൊന്നും വിചാരിച്ച് പോയതൊന്നും അല്ല കേട്ടോ. അപ്പം നോക്കുന്ന സമയത്ത് ഇതുപോലെ പീരങ്കി തറച്ചിട്ടുള്ള ഹോൾസുകളൊക്കെ. അപ്പം ഞാനൊരു ഹിസ്റ്ററി പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ കുറേയും കൂടിയൊക്കെ ചോദിക്കലുള്ളൂ ഇതെന്താണ്. അപ്പോൾ പറഞ്ഞു പണ്ട് ഇങ്ങനെ കുഞ്ഞാലിമരക്കാർ ഹൈഡ് ചെയ്തിരുന്ന സ്ഥലമാണ് എന്നുള്ളത്. അപ്പോൾ അത് കടലിൽ നിന്ന് ഒരു 18 കിലോമീറ്ററോ കരയിൽ നിന്ന് ഒരു 18 കിലോമീറ്റർ ഉള്ളിലേക്ക് അത് കിടക്കുന്നത്. സോ ശത്രുക്കളിൽ നിന്ന് ഒളിച്ചിരുന്നിരുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞങ്ങളതൊന്നും വിചാരിച്ചില്ല. പിന്നെ ഞങ്ങൾ അതിൻ്റെ തന്നെ താഴത്തേക്ക് ഡൈവ് ചെയ്തു. അപ്പോൾ ആരുടെ താഴത്തേക്ക് തന്നെ നമ്മളിങ്ങനെ എന്ത് ചെയ്തു, ഡൈവ് ചെയ്ത സമയത്താണ് ഇങ്ങനെ കാണുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റെപ്പ് പോലുള്ള ഒരു സംഭവം. ആ സ്റ്റെപ്പ് എന്താ ഏതൊന്നും എനിക്കറിയത്തില്ല, നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ടൈം നമ്മൾ പോയപ്പോൾ കാണുന്നതാണ്. അങ്ങനെ ഒരു സ്റ്റെപ്പ് താഴത്തേക്ക് പോകുന്നത്, അത് എങ്ങടാ പോണത്, ആരുണ്ടാക്കി, ഇനി കുഞ്ഞാലിമരക്കാർ തന്നെ ഉണ്ടാക്കിയതാണോ, അതിന് മുമ്പുള്ളവരുണ്ട, ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാനും നിങ്ങളെപ്പോലെ ജസ്റ്റ് അതാണ് പറഞ്ഞത്, നമ്മൾ ഓരോ സ്ഥലത്തും ഡൈവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പലതും കാണാം. കരയിലുള്ള ഒരു സാധാരണ എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അതുപോലെ അല്ലല്ലോ അണ്ടർ വാട്ടറിലുള്ള കാര്യങ്ങൾ. അവിടെ പോകുന്ന ആളുകൾക്ക്, ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. സോ അങ്ങനെ എന്തോ ഒരു സ്റ്റെപ്പ് വഴി എന്തോ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും അന്നത്തേതല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരിക്കും. ഞാനൊരു ഹിസ്റ്ററി പഠിച്ചതായത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ചോദ്യങ്ങളും മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും, എന്തായിരിക്കും അതെന്ന്. ഇത് ഞാനൊരു 5 വർഷം മുമ്പ് കണ്ട ഒരു കാര്യമാണ്.
ഇപ്പോഴാണ് നമുക്കിത് പറയാനൊക്കെ ഉള്ള ഒരു അവസരം ഇങ്ങനെ വരുന്നത്. അന്ന് നമ്മുടെ അടുത്ത് ആരും ചോദിച്ചില്ല, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന കാര്യങ്ങളാണ്. ചോദിക്കുന്ന അത് അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഡൈവ് ചെയ്യുന്ന സമയത്ത് പഴയ വിഗ്രഹങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വെള്ളത്തിന്റെ അടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ആളുകൾ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നും. നല്ല പ്രായത്തിലുള്ള ഇത് ആരും എടുത്തിട്ട് വരില്ലല്ലോ ഇങ്ങോട്ട്. അതാരും എടുക്കില്ല, എന്തിനാ ഒന്നും ചെയ്യില്ല. ഇല്ല, ഒന്നും ചെയ്യില്ല. അത് അവിടെ ഇരിക്കും. നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഈ പറയുന്ന എന്താ പറയുക, കരയിലാണെങ്കിൽ അവിടെ ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് വരുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനെക്കുറിച്ച് കൂടുതലുള്ള. ഇതിപ്പോ ആരെടുത്ത് കൊടുക്കണം, ഞങ്ങൾ ആരും ഇത് ടച്ച് ചെയ്യില്ല. നമ്മളതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ മാത്രമേ ചെയ്യത്തുള്ളൂ. സോ അങ്ങനെ ധാരാളം സാധനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സൗത്ത് ആഫ്രിക്കയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ മറ്റേ ഇതുണ്ടല്ലോ, മെറ്റൽ ഡിറ്റക്ടർ, ഇത് കൊണ്ടുപോയിട്ട് ഗോൾഡ് പോലുള്ള സാധനങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യുന്നത് ഇതൊക്കെ ഇതിന്റെ അടിയിലുള്ളത് തന്നെയാണ്. സോ അങ്ങനെ കാര്യങ്ങളുണ്ട്. ഈ സ്കൂബ ഡൈവ് ഒരു ലെവൽ വരെ ആയിരിക്കും നമ്മൾ താഴേക്ക് പോകുന്നുണ്ടാവാം. പക്ഷെ കൊമേഴ്ഷ്യൽ ഡൈവിംഗിലേക്ക് വരുന്ന സമയത്ത് അതിനുപരിയായിട്ട് നമ്മൾ ആഴങ്ങളിലേക്ക് ശരിക്കും പോകുന്നില്ലേ? എത്ര വരെ നമുക്ക് പോവാം? എത്ര മീറ്റർ വരെ ഒക്കെ നമുക്ക് പോവാൻ പറ്റും? ഓക്കെ, ഇപ്പൊ എൻ്റെ ലൈസൻസ് എന്ന് പറയുന്നത് ക്ലാസ് 2 ആണ്. സോ എനിക്ക് പോകാൻ പറ്റുന്ന ലൈസൻസ് ഡെപ്ത് എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. ഇതിന് മേലുള്ള സാച്ചുറേഷൻ ഡൈവിംഗ് ഒക്കെ ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഇപ്പോൾ 600 മീറ്ററോ 700 മീറ്ററൊക്കെ പോയിട്ടുള്ള രീതിയിൽ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. കറക്റ്റ് 700 ആണ് അറിയില്ല, ബട്ട് 600 എന്തായാലും വിട്ടിട്ടുണ്ട്. അത്രയും ഡെപ്ത് നമുക്ക് പോകുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള വെല്ലുവിളി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രഷർ കൂടുതലാണ് അണ്ടർ വാട്ടറിൽ. സോ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ എന്താ പറയുക, ഇപ്പം അടുത്ത് തന്നെ കുറച്ച് ആളുകൾ പോയിട്ടുണ്ടായിരുന്നു സബ്മറൈനിൽ പോയ സമയത്ത്. അത് എവിടെയൊന്നും കൂടി അറിയത്തില്ല, അത് എന്ത് പറ്റി, പൊട്ടിപ്പോയോ, പൊടിഞ്ഞു പോയോ, സ്ക്യൂസായി പോയോ ഒന്നും അറിയത്തില്ല. അത്രയും പ്രഷറാണ് അണ്ടർ വാട്ടറിൽ. അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും കണ്ടെത്താൻ പറ്റാത്തത്. ഈ ഒരു പ്രഷർ നമുക്ക് ഭയങ്കര വെല്ലുവിളിയായിട്ടുള്ള എക്യുപ്മെന്റ്സ് പോലും തകർന്നു പോകും. അപ്പൊ പിന്നെ മനുഷ്യന്റെ കാര്യം എടുക്കാനില്ലല്ലോ. സോ ഇതാണ്. അത് എങ്ങനെ മനസ്സിലാക്കും നമ്മൾ ഇത്ര വരെ എത്തി, ഇനി ഇതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല, ഇത് നമുക്ക് മനസ്സിലാവണ്ടേ? അങ്ങനെയല്ല, അതൊക്കെ ഓൾറെഡി ഇപ്പോൾ ഇത്ര ഡെപ്തിനപ്പുറം പോയിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബോഡിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് ഓൾറെഡി നമ്മൾ സ്റ്റഡീസ് കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇപ്പം നമുക്കിപ്പോൾ 50 മീറ്റർ എങ്ങനെയാണ് ഡെപ്തിലെത്തിയെന്നല്ലേ നമ്മൾ ഇതിൽ കൊണ്ടുപോകുന്ന, നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ട്. ഒരു കമ്പ്യൂട്ടർ നമ്മൾ കൊണ്ടുപോകുന്നു. ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് വാട്ടർ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ടൈം അറിയാൻ വേണ്ടി പറ്റും, ഡെപ്ത് എത്ര ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. എല്ലാം കൂടിയിട്ടുള്ള ഒരു അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ, അതിനെ നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയും, DC എന്ന് പറയും. ഇത് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഡെപ്തിലേക്ക് പോകുന്നവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെപ്ത് നമുക്ക് നമ്മുടെ വാച്ചിൽ അറിയാൻ വേണ്ടി പറ്റും. അതല്ല BCDയിലാണെങ്കിൽ SPG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സംഭവം SPG നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് അതിൽ ഡെപ്ത് നമ്മുടെ, അതുപോലെ തന്നെ എത്ര എയർ ആണ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതിലുണ്ടായിരിക്കും. സോ അത് നോക്കിയിട്ടാണ് നമുക്കറിയാലോ എനിക്ക് പോകാൻ പറ്റുന്നത് 50 മീറ്റർ ആണെന്നുള്ളത് എനിക്കറിയാം. അതിന് കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ അപകടങ്ങൾ വരും എന്നുള്ളത് ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ അപ്പുറം ഞാൻ ചെയ്യില്ല. ഞാൻ പഠിച്ച കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എപ്പോഴും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കൂടി തന്നെ അപകടങ്ങൾ മാക്സിമം നമുക്കൊരു 95 അല്ലെങ്കിൽ 98% നമുക്ക് കുറഞ്ഞു കിട്ടും. അതാണ് അതിൽ. പിന്നെ നമ്മളിപ്പോ കോസ്റ്റ്യൂം, അതായത് നിങ്ങൾ പോകുന്ന സമയത്ത് നമ്മൾ വീഡിയോസ് ആണ് കാണുന്നത്. വീഡിയോസിൽ കാണുമ്പോൾ വലിയൊരു ഹെൽമെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞ ഒരു മീൻ എങ്ങനെയാണോ പോകുന്നത് ആ ഒരു ഫീൽ, നമ്മൾ പറയില്ലേ മെർമെയ്ഡ്, ആ ഒരു ഫീലിലൊക്കെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടർ അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങൾ ക്യാരി ചെയ്തിട്ടാ പോകുന്നത്. നല്ല വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഉണ്ട്, അയ്യോ നല്ല വെയിറ്റ് ഉണ്ട്. എൻ്റെ ഈ ഷോൾഡറിന്റെ ഇവിടെ ഇങ്ങനെ പാട് വന്നിട്ടുണ്ട്, വെയിറ്റ് എടുത്തിട്ട്. ആ ഹെൽമെറ്റിന് ഏകദേശം ഒരു 14 കിലോ ഉണ്ട്. അത് ഇട്ടിട്ട് നമ്മുടെ കൂടെ വരുന്ന ബഡിയോ അല്ലെങ്കിൽ നമ്മളെങ്ങാനും ഒന്ന് വൈകിയെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എടുക്കാനോ എന്തെങ്കിലും ഒന്ന് വൈകിയെന്ന് പറഞ്ഞാൽ ഈ 14 കിലോ ഇട്ടിട്ട് നമ്മൾ ഒരു ഇരുത്തമുണ്ട്. പിറ്റേ ദിവസം കഴുത്തൊന്നും ഇങ്ങനെ ആക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു ഓക്സിജൻ അല്ല, നമ്മൾ പ്യുവർ ഓക്സിജൻ അല്ല നമ്മൾ കൊണ്ടുവന്നത്. പ്യുവർ ഓക്സിജൻ നമ്മളൊരു 1-2-3 മീറ്റർ കഴിഞ്ഞ് അത് ടോക്സിക് ആവും, നമ്മൾ മരിച്ചു പോകത്തേ ഉള്ളൂ. സോ നമ്മൾ കൊണ്ടുവന്നത്, ഇവിടെ നമ്മൾ ശ്വസിക്കുന്നത് വെറും 21% ഓക്സിജനും 79% മാത്രമാണ് നൈട്രജനും ഉള്ളൂ. ഇത് നമ്മൾ കംപ്രസർ യൂസ് ചെയ്തിട്ട് അതിലുള്ള പൊടിപടലങ്ങളും അതുപോലെ തന്നെ ജലാംശമൊക്കെ മാറ്റി പ്യുവർ ആയിട്ടുള്ള എയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ അണ്ടർ വാട്ടറിലേക്ക് കൊണ്ടുപോകുന്നത്. സോ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഓക്സിജൻ ആണ് കൊണ്ടുപോകണം എന്നുള്ളത്. ഓക്സിജൻ അല്ല, ഓക്സിജൻ ഞാൻ പറഞ്ഞില്ല, ഒരു 2-3 മീറ്റർ കഴിഞ്ഞത് ടോക്സിക് ആവും. അത് നമ്മൾ മരണത്തിലേക്ക് വരെ കാരണാവത്തേ ഉള്ളൂ.
സോ അതിന്റെ വെയിറ്റ്, പിന്നെ ഇപ്പൊ ഈ കൊണ്ടുപോകുന്ന എക്യുപ്മെന്റ്സിനാണെങ്കിലും എന്നെക്കാട്ടി ഉണ്ടായിരിക്കും ഓരോ എക്യുപ്മെന്റ്സ് ഒക്കെ. സോ ഇതൊക്കെ ഈ വെള്ളത്തിലേക്ക് എത്തുന്നത് വരെ ഉള്ളൂ കേട്ടോ. വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളും വെയിറ്റ്ലെസ് ആണ്. സോ അവിടെ നമുക്ക് പ്രശ്നമില്ല. ക്യാരി ചെയ്യാൻ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് കറണ്ട് ഒക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ എക്യുപ്മെന്റ്സും പിടിച്ചിട്ട് കറണ്ട് അടിയൊഴുക്ക് കിട്ടും. അടിയൊഴുക്കിനെ നമ്മൾ പറയാ, അടിയൊഴുക്കിന് നമ്മൾ കറണ്ട് എന്ന് പറയും. ഇതിന്റെ ഇടയിൽ ഈ എക്യുപ്മെന്റ്സും പിടിക്കണം, ഈ നല്ല രീതിയിൽ നമ്മളെ കൊണ്ടുപോകും. അതെ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ അടിച്ച് രക്ഷപ്പെട്ടിട്ട് വേണം അപ്പുറത്തേക്ക് പോവാൻ വേണ്ടിട്ട്. സോ രണ്ടും കൂടി ക്യാരി ചെയ്യാൻ അത്യാവശ്യം ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് റൂൾസ് ഉണ്ട്, ഇത്രയും വെയിറ്റ് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ ഇല്ല, നമുക്ക് അങ്ങനെ ഇന്ന രീതിയിലൊന്നുമില്ല. നമ്മൾ ഫുഡ് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കുക. അങ്ങനെ ഇത് എന്ന് വെച്ചിട്ട് ഇന്ന ഫുഡ് അങ്ങനെയൊന്നുമല്ല. ഞാനൊക്കെ എല്ലാ ഫുഡും കഴിക്കും. എല്ലാ ഫുഡും കഴിച്ചിട്ടാണ് ഞാനിങ്ങനെ നല്ല ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് അത്രയും ഇതായതുകൊണ്ട്, പിന്നെ നമ്മൾ സ്വിം ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. സോ നമ്മുടെ ബോഡി എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, എപ്പോഴും ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഫുഡിന് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഈ പറയുന്നത് പോലെയുള്ള നമുക്ക് ലഹരി പദാർത്ഥങ്ങൾ, അതായത് സിഗരറ്റ്, ഈവൻ പെപ്സി പോലും നമ്മൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് ബോഡിക്ക് റിയാക്ഷൻസ് കൂടുതൽ ഉണ്ടായിരിക്കും. ഈ പറയുന്ന പോലെ വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ പറഞ്ഞല്ലോ നൈട്രജൻ ആണെന്ന്. ഈ നൈട്രജൻ നമുക്ക് പ്രഷർ കാരണം കൊണ്ട് തന്നെ ബോഡിയിൽ അബ്സോർവ് ചെയ്യാൻ ടൈം എടുക്കും. സോ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബോഡി റിയാക്ട് ചെയ്യും. സോ അതുകൊണ്ട് മാക്സിമം യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അറിയാലോ നമ്മുടെ ഇഷ്ടമാണ് എന്താന്നുള്ളത്. പക്ഷെ ഇതിലിങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളത്, നമ്മൾ അപകടം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു കൊടുക്കും. പിന്നൊക്കെ യൂസ് ചെയ്യും, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കുഴപ്പമില്ല.